ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ ഒരു ഓഫീസ് ഡേ ആണ് കേട്ടോ. അപ്പം ഇന്നൊരു പെസഹ വ്യാഴം ആയിക്കൊണ്ട് മൊത്തത്തിലൊരു ആളും പേരൊന്നും ഇല്ലാത്തൊരു ശോകാവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ ഓഫീസിലോട്ട് പോവുകയാണ്. നമ്മുടെ ഓഫീസ് വരുന്ന അടൂര് റവന്യൂ ടൗണിലാണ്. അങ്ങനെ ഞങ്ങൾ ബസ് വന്നിറങ്ങി ഓഫീസിലോട്ട് കയറി പോകണം. അപ്പം ഓഫീസിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് നമ്മുടെ അടുത്ത് താക്കോലില്ല, ആരും വന്നിട്ടുമില്ല എന്ന്. അപ്പോഴത്തേനും നമ്മളെന്താ വിചാരിച്ചു, മേളിൽ പോയി കുറച്ച് നേരം നിന്നിട്ടൊക്കെ തിരിച്ച് വരുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ വന്ന് ഡോർ തുറക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ താഴോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ ദേവി ചേച്ചി വന്ന് ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. സിസ്റ്റം എല്ലാം ഓണാക്കി സാർ വരുമ്പോഴത്തേക്കും സെറ്റായിരിക്കണം. അപ്പോഴത്തേനും 1-2 റീൽസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ വിദ്യ കയറി വന്നു. വിദ്യ വന്നിട്ട് നമ്മൾ അവളോട് കാര്യം പറഞ്ഞു. പുറകെ നമ്മുടെ പ്രവീണയും വൈഷ്ണയും വന്നു. വൈഷ്ണ ഇങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞ് ഭയങ്കര വൈബായിട്ടാണ് വരുന്നത്. അങ്ങനെ വൈഷ്ണ വന്ന് ഇവർ രണ്ടുമാണ് നമ്മുടെ ഓഫീസിലെ മെയിൻ കോമഡി താരം. നമ്മൾ എത്ര ഇതായിട്ടിരിക്കുകയെന്ന് ഇവർ നമ്മളെ ചിരിപ്പിച്ചോളും. അതുകൊണ്ട് ഇവരിങ്ങനെ ഉള്ളപ്പോഴാണ് ഒരു ഓഫീസിനൊരു ഉണർവുള്ളത്. അങ്ങനെ നമ്മൾ 1-2 പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും സാറ് വന്നു. പിന്നെ നമ്മുടെ വിദ്യ നല്ല പെസഹാപ്പം കൊണ്ടുവന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല മയമുള്ള നല്ല അടിപൊളി അപ്പമായിരുന്നു. അങ്ങനെ ഞങ്ങളത് കഴിച്ചു. കുറച്ച് വർക്കൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ലഞ്ച് ബ്രേക്കായി. നമ്മൾ എല്ലാവരും കൂടെ ഒത്തുകൂടി ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ വാഷ്റൂം കൈ കഴുകാൻ പോകുന്നത് 2nd ഫ്ലോറിൽ. അങ്ങനെ 2nd ഫ്ലോറിൽ കൈ കഴുകാൻ വന്നു. 1-2 റീൽസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നപ്പോൾ സാറുള്ള ദിവസം ആയിക്കൊണ്ട് നമുക്കങ്ങനെ വീഡിയോ അങ്ങനെ കുറേ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ വീണ്ടും താഴെ തിരിച്ച് വന്നപ്പോഴത്തേനും കുറച്ച് വർക്കും കൂടെ ഒക്കെ ചെയ്ത് നമ്മുടെ പോകാനുള്ള നേരമായി. അങ്ങനെ എല്ലാവരും ഇറങ്ങി. അപ്പം വിദ്യ ഹെൽമെറ്റ് വെക്കാൻ വേണ്ടി മറന്നുപോയി കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി അത് പറഞ്ഞ് അങ്ങനെ എടുക്കുന്നു. പിന്നെ ഞാൻ ജയലക്ഷ്മി വീണ്ടും പത്തനംതിട്ടയ്ക്കുള്ള ബസ് കയറി പത്തനംതിട്ട സ്റ്റാൻഡിൽ വന്നു. എന്നിട്ട് ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് പോയി കേട്ടോ.